എല്ലാവർക്കും മോം ആൻഡ് മീ ബോംസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാല് കൊണ്ടുള്ള സിപ്പപ്പും പഴങ്ങൾ കൊണ്ടുള്ള സിപ്പപ്പുമാണ്. പഴങ്ങൾ കൊണ്ട് നമ്മൾ മോൾഡിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ഞങ്ങൾ എടുത്തേക്കുന്നത് മാംഗോയും പൈനാപ്പിളുമാണ്. അത് രണ്ടും സിറപ്പാക്കണം. സിറപ്പാക്കുന്നതിന് ഞങ്ങളുടെ കഴിഞ്ഞ സിപ്പപ്പിൻ്റെ വീഡിയോയിൽ ഞങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിനി ഇത്രയും മോൾഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഐസ് ട്രേയിലാണേലും ഒഴിക്കാം ഇതുപോലെ തന്നെ. എന്നിട്ട് നമുക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ വെക്കാൻ പറ്റിയില്ലെങ്കിൽ 5-6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം, എന്നാലേ ഇത് ശരിയാവത്തുള്ളൂ. ഇനി നമുക്ക് പാലിൻ്റെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി 1 ഗ്ലാസ് പാലിലോട്ട് പഞ്ചസാര ഇടണം. പഞ്ചസാര കൂട്ടിയിടണം. ഇത് ഫ്രീസറിൽ വെച്ച് കട്ടിയാവുമ്പോൾ പഞ്ചസാരയുടെ അളവ് കുറയും, അതുകൊണ്ടാണ് കൂട്ടിയിടുന്നത്. എന്നിട്ട് ഇതിന് സോഫ്റ്റ് ഡ്രിങ്ക് കോൺസെൻട്രേറ്റ് അല്ലെ എസൻസ് ഇഷ്ടമുള്ള ഫ്ലേവർ എടുത്ത് 1-2 തുള്ളി ഇട്ട് ഇളക്കണം. ഞങ്ങളിവിടെ സോഫ്റ്റ് ഡ്രിങ്ക് കോൺസെൻട്രേറ്റ് ആണ് എടുത്തത്. നിങ്ങൾക്ക് ഇത് എസൻസ് ഒഴിച്ചാലും മതി. എന്നിട്ട് ഇതിങ്ങനത്തെ മോൾഡിൽ ഒഴിക്കണം. ഇങ്ങനത്തെ മോൾഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് ഓൺലൈൻ അല്ലെങ്കിൽ മാർക്കറ്റുകളിലൊക്കെ കിട്ടും. മാംഗോ ഐസ് ലോലീസും പൈനാപ്പിൾ ഐസ് ലോലീസും ഉണ്ടാക്കാൻ എടുത്ത മോൾഡും നിങ്ങൾക്ക് മാർക്കറ്റിലും ഓൺലൈനിലും കിട്ടും. ഇനി നമുക്ക് പിസ്ത പാക്കറ്റിലോട്ട് ഒഴിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഈ പാക്കറ്റ് സീൽ ചെയ്തതും ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നുണ്ട് വിശദമായി. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഞങ്ങളിവിടെ പലതരം ഫ്ലേവേഴ്സ് എടുത്തിട്ടുണ്ട്, 2 എണ്ണം വീതം. നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ച മാംഗോയുടെയും പൈനാപ്പിളിൻ്റെയും പകുതി കട്ടിയായി കഴിയുമ്പം എടുത്ത് അതിൻ്റെ അകത്തോട്ട് ചെറിയ ഈർക്കിലിയോ കമ്പോ കുത്തി വെക്കണം, നിങ്ങൾക്കിത് പിടിച്ച് കഴിക്കാൻ വേണ്ടി. ഇതാ നമ്മുടെ ഐസ് ലോലീസ് റെഡി ആയിട്ടിരിക്കുന്നു. നമ്മുടെ പാല് കൊണ്ടുള്ള സിപ്പപ്പും റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിന് ഒരു പ്രിസർവേറ്റീവ്സും ഇല്ല. നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സ് കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. പിള്ളേർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ദാണ്ട് ഇങ്ങനെയാണ് ഫ്രൂട്ട് ലോലീസ് ഇരിക്കുന്നത്. ഇത് നമ്മൾ മോൾഡുകളിൽ നിന്ന് ഊരുമ്പം സൂക്ഷിച്ച് വേണം, ഇല്ലെങ്കിൽ അതിൻ്റെ കോല് മാത്രമേ ഊരിപ്പോരത്തുള്ളൂ. ദാണ്ട കണ്ടോ, ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇതുപോലെ നമുക്ക് സിപ്പ് ചെയ്ത് കഴിക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. പിള്ളേർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതിന് ഒരു പ്രിസർവേറ്റീവ്സും ഇല്ല. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലത്തെ മോൾഡ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഐസ് ട്രേയിൽ ഒഴിച്ചാലും. എല്ലാവരും ഉണ്ടാക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യണേ. ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് നന്ദി. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്.